അടിയന്തരമായി സഭ വെട്ടിച്ചുരുക്കി വാച്ച് ആൻഡ് വാർഡുകളെ ആശുപത്രിയിലുമാക്കി സഭയ്ക്ക് പൂട്ടിട്ട് ഇന്നലെ സ്പീക്കർ ഇറങ്ങി ഓടുകയായിരുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി എവിടെ എന്ന ചോദ്യം ഉയരുമ്പോൾ വിമാനം കയറി ഡൽഹിക്ക് പറന്നിരിക്കുകയാണ്. കേരളം നിന്ന് കത്തുന്നതിനിടയിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിക്ക് പറന്നത് എന്ന് ചോദിച്ചാൽ അമിത്ഷായെയും മോദിയെയും നിതിൻ ഗഡ്കരിയെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മരുമകൻ മുഹമ്മദ് റിയാസിനെയും കൊണ്ടാണ് മുഖ്യൻ പറന്നിരിക്കുന്നത്. എന്നാൽ അതേസമയം ഡൽഹിയിൽ നിന്നും KC വേണുഗോപാൽ കേരളത്തിലേക്ക് കാല് കുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദൈവത്തിന് നിരക്കാത്തത് ചെയ്താൽ ആ ദൈവം പൊറുക്കില്ല എന്ന് തന്നെയാണത്. അമ്പലം വിഴുങ്ങുകൾ എന്ന് കേട്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോ അത് കാണുകയാണ്. പണ്ടേ പിണറായിയോട് പറഞ്ഞതാണ്, ഇങ്ങനെ അയ്യനെ കളിയാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അയ്യനെ വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് അത് വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന്. എന്തായാലും KC പറഞ്ഞതുപോലെ സംഭവിക്കുമ്പോൾ ഉത്തരം മുട്ടി കൊഞ്ഞനും കുത്തി ബബ്ബപ്പ അടിക്കുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയുമാണ് കഴിഞ്ഞ ദിവസം സഭയിൽ കാണാൻ പറ്റിയത്. ഇവിടെ KCയുടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആഞ്ഞടിക്കുന്ന ആ രംഗങ്ങൾ ഒന്ന് കാണാം. പിണറായി വിജയനോട് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദൈവങ്ങളോട് കളിക്കരുത് എന്ന്. അത് കളിച്ചാൽ അത് അവസാന കളിയായിട്ട് മാറുമെന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനും തൊഴാനും ഒക്കെ ആണെങ്കിൽ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയിലും വിശ്വാസമില്ല, തൊഴുന്നതിലും വിശ്വാസമില്ല. പിന്നെ അമ്പലത്തിൽ പോകുന്നത് ദേവന്റെ സ്വത്തിൽ കണ്ണുവെക്കാൻ മാത്രമാണെങ്കിൽ അതിന്റെ പരിണിത ഫലമാണ് ഈ സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് പറയേണ്ടതായിട്ട് വരും. പിണറായി സർക്കാരിന്റെ മടിയിൽ നല്ല കനമുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അന്വേഷിക്കാൻ തയ്യാറാകാത്തത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്, സസ്പെൻഡ് ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. മടിയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം, പിണറായിയുടെ സർക്കാരിന്റെ മടിയിലെ കനത്തിൽ വലിയൊരു പങ്ക് ദേവന്റെ സ്വത്ത് കട്ട ധനമാണ് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നമുക്കാർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ നിയമസഭ പ്രതിപക്ഷ നേതാവടക്കം ചോദിച്ചു, ഈ കട്ടുകൊണ്ടുപോയ സ്വർണ്ണം ആരുടെ കയ്യിലായിരിക്കുന്നത്? ഈ അയ്യപ്പന്റെ സ്വർണ്ണം ഇപ്പൊ ആരുടെ കയ്യിലായിരിക്കുന്നത്? ഇത് അറിയുന്നവർ വളരെ കുറച്ചു പേരേ ഉള്ളൂ. കേരള മന്ത്രിസഭയ്ക്ക് അറിയാതിരിക്കുവോ? ഇത് കൈകാര്യം ചെയ്തവർക്ക് അറിയാതിരിക്കുവോ? അപ്പൊ ആ കട്ട മുതൽ എവിടെയാണെന്ന് പറഞ്ഞിട്ട് സമസ്താപരാധവും പൊറുക്കണേ തമ്പുരാനെ എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ് മിസ്റ്റർ പിണറായി നിങ്ങൾ നേരിടുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കും. ഇത് രാഷ്ട്രീയത്തിന്റെ പേരിൽ ആക്ഷേപിക്കാനല്ല, ഇതിന് കേരള സമൂഹത്തിന്, വിശ്വാസ സമൂഹത്തിന് മറുപടി കിട്ടിയേ മതിയാകൂ. അമ്പലം വിഴുങ്ങികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അമ്പലം വിഴുങ്ങാൻ, ദേവസ്വങ്ങളുടെ സ്വത്ത് കക്കാൻ ഈ രാജ്യത്ത് സാഹചര്യം ഉണ്ടാക്കാൻ പറ്റില്ല. അതിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരമാണ് ഈ രാജ്യത്ത് ഉയരുന്നത്. ശബരിമലയിൽ കേട്ട കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ്. ഓരോ ദിവസം കഴിയുന്നവരും ആ ഹൈക്കോടതി ഇതിൽ ഇടപെട്ടായിരുന്നില്ലെങ്കിൽ, നിങ്ങൾ ആലോചിച്ച, ഹൈക്കോടതി ഇത്ര തീവ്രമായി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ശബരിമല മുഴുവൻ നമുക്ക് ചെമ്പുകൊണ്ട് പൊതിഞ്ഞു പോയേനെ.